ഒരു തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഈ നാട്ടിൽ എന്തെല്ലാം തരത്തിലുള്ള നടന്മാരെ കാണണം. എത്ര ശാന്തമായി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു നാടാണ്. കോൺഗ്രസ് അധികാരത്തിൽ വന്നു. ഈ നാട്ടിലെ നടന്മാരെല്ലാം ഓരോ വേഷം കെട്ടലുമായി ഇറങ്ങിയിട്ടുണ്ട്. മുഖ്യമന്ത്രിക്ക് വേണ്ടി ഇന്നിപ്പോ സതീശൻ സ്പോൺസേഡ് മികച്ചൊരു അഭിനയം കോട്ടയത്ത് അരങ്ങേറി. ആർക്കും ഇത് കണ്ടിട്ട് അഭിനയമാണെന്ന് തോന്നല്ലേ? റിയൽ ആയിട്ടുള്ള സതീശ പ്രേമം കൊണ്ട് പെട്രോളുമായിട്ട് നേരെ ഒരു പിക്കപ്പ് ഓട്ടോയുടെ മുകളിൽ കയറി നിന്ന് കാണിക്കുന്ന ഈ പട്ടി ഷോയും അത് ഷൂട്ട് ചെയ്യാൻ പ്രത്യേക ക്യാമറയും വല്ലാത്ത ജാതിയിലുള്ള അഭിനയമായി പോയി. ആ നാട്ടിലൊരു തീപ്പൊട്ടിത്തിരി ചിലവാക്കാൻ ആരും ഇല്ലായിരുന്നാണ്. എന്തെല്ലാം ശല്യങ്ങളെന്നാണ്. ഒരു തെരഞ്ഞെടുപ്പ് ജയിച്ചു കഴിഞ്ഞാൽ ഈ നാട്ടിലെ ജനങ്ങളെ സംബന്ധിക്കുന്നിടത്തോളം അവരുടെ ജീവൽ പ്രശ്നം ഒരുപാട് കിടക്കും. അപ്പോഴാണ് തെരഞ്ഞെടുപ്പ് ജയിച്ചിട്ട് തെരുവിൽ കിടന്ന് എൻ്റെ മുഖ്യമന്ത്രി സതീശൻ, എൻ്റെ മുഖ്യമന്ത്രി ചെന്നിത്തല, എൻ്റെ മുഖ്യമന്ത്രി KC എന്ന പേരിൽ തമ്മിൽ തല്ലും, തൊഴുത്തിൽ കുത്തും. ഇതാണോ കേരളത്തിന്റെ ഭൂരിപക്ഷം പേർ ആഗ്രഹിച്ചിരുന്ന രാഷ്ട്രീയം? മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതാ ഇവിടെ എന്തൊക്കെയോ ഒഴുകുമെന്നാണ് പറഞ്ഞത്. ഇത് ഒഴുകും. ചോരപ്പുഴ ഒഴുകുന്ന അവസ്ഥയുണ്ട്. ഒരിടത്ത് ലീഗ് RSS സംഘർഷം, മറ്റൊരിടത്ത് മുഖ്യമന്ത്രിക്ക് വേണ്ടി കടിപിടി എന്ന് പറഞ്ഞാൽ അതിനു വേണ്ടി നാടകം കളിക്കാൻ വേണ്ടി പല കഥാപാത്രങ്ങളെയും സെറ്റാക്കി വെച്ചിട്ട് ക്യാമറകളെയും പറഞ്ഞു വിട്ട് വാർത്തയാക്കി മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടി ഓരോ സമ്മർദ്ദം ചെലുത്തുന്ന നോക്കിയേ. നേരത്തെ ഉമ്മൻചാണ്ടി ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ഇതുപോലൊരു നാടകം നമ്മൾ കോട്ടയത്ത് കണ്ടതാണ്. അദ്ദേഹത്തെ നേമത്ത് മത്സരിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ച സമയത്ത് ചാണ്ടിച്ചന്റെ വീട്ടിന്റെ മുകളിൽ വരെ ആളെ കയറ്റി അയ്യോ ചാണ്ടിച്ച പോവല്ലേ എന്ന രീതിയിലുള്ള നാടകങ്ങളൊക്കെ അരങ്ങേറിയതും നമ്മൾ കണ്ടു. ഇന്നിപ്പോ ഏറ്റവും ഒടുവിൽ കോട്ടയത്ത്, അതായത് സതീശന്റെ നാട് പോലുമല്ല, കോട്ടയത്ത് സതീശന് വേണ്ടി പെട്രോളുമായിട്ടും ഇതിന്റെയൊക്കെ പൈസ ആരോ കൊടുത്തു വിട്ടതാണ്. സ്വന്തം പോക്കറ്റിൽ നിന്ന് 10 പൈസ ചെലവാക്കി കോൺഗ്രസ്സുകാർ ഇത് ചെയ്യില്ലെന്ന് നാട്ടുകാർക്കറിയാം. അപ്പോ സ്പോൺസേഡ് നാടകക്കാർ ഇറക്കുന്ന ഇത്തരം കഥാപാത്രങ്ങളെ കാണുമ്പോൾ സമൂഹത്തിന് ചിരിക്കണോ കരയണോ എന്നുള്ളതാണ്. നമ്മുടെ നാട്ടിൽ രാഷ്ട്രീയപരമായിട്ട് ഇത്തരം പ്രശ്നങ്ങൾ എവിടെയെങ്കിലും കണ്ടിരുന്നോ? അധികാരത്തിന് വേണ്ടി ജനങ്ങൾക്കിടയിൽ ഓരോ നാടകങ്ങൾ നേതാക്കന്മാർ കളിച്ച് നേതാക്കന്മാർക്ക് ഇനി കസേര കിട്ടണമെന്നുണ്ടെങ്കിൽ അണികളെ കൊണ്ട് നാടകം കളിപ്പിക്കുക. അങ്ങനെ ഓരോ അടിമകളെയും ഇറക്കി ഓരോരോ വേലത്തരങ്ങൾ കാണിക്കുമ്പോൾ കേരളത്തിന്റെ വോട്ടർമാർ ഈ ദൃശ്യങ്ങളൊക്കെ ലോകത്താകമാനം കാണുമ്പോൾ വോട്ട് ചെയ്ത് നിങ്ങൾ വിജയിപ്പിച്ച ആൾക്കാർക്ക് വേണ്ടി കാട്ടുന്ന ഈ പേക്കൂത്ത് നിങ്ങൾക്കൊരു അഭിമാനമായി തോന്നുന്നുണ്ടാകും. എന്തായാലും കേരളത്തിൽ കോൺഗ്രസ് വന്നപ്പോഴുള്ള ഓരോരോ അവസ്ഥകളെ, മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടി വരെ ഇമ്മാതിരി നാടകം. എന്തായാലും ഈ നാടകക്കാരോട് പറയാനുള്ളത്, പണ്ട് തമിഴ്നാട്ടിലാണ് ഇത്തരം കലാപരിപാടികൾ അരങ്ങേറിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് ഈ കലാപരിപാടികളൊന്നും ഇവിടെ വേവത്തില്ല. ഈ കലാപരിപാടികളിലൂടെയൊക്കെ നേതാക്കന്മാരുടെ പ്രീതി പിടിച്ചു പറ്റാൻ വേണ്ടി കാട്ടുന്ന ഇത്തരം കോപ്രായങ്ങളെയൊക്കെ ജനം ചിരിച്ചും പുച്ഛിച്ചും തള്ളാതെ മറ്റെന്ത് ചെയ്യാൻ പറ്റും? കേരളത്തിൽ വന്ന ഒരവസ്ഥ നോക്കണേ.